Dear students, BVOC Hospital Management 4th Sem paper 404 Epidemiology and Analysis of Health Information non-communicable disease ആയിട്ട് വരുന്ന rheumatic heart disease കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് മോസ്റ്റ് കോമൺ ആയിട്ടും ഉണ്ടാവുന്നത് ഒരു 25 വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ്. പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഇത് വരുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഏകദേശം 2,88,348 ആളുകൾക്ക് ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അത് കൂടുതലായിട്ടും വരുന്നത് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിലാണ്. അതായത് സാമ്പത്തികമായിട്ട് വളർച്ചയില്ലാത്ത അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലാണ് ഇത്രയും ആളുകൾക്ക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്നത്. ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹാർട്ട് വാൽവ്സിന് ഡാമേജ് വരികയും അതുവഴി നമുക്ക് വാതപ്പനി പോലുള്ള അസുഖങ്ങൾ വരികയും പിന്നെ ഓട്ടോ ഇമ്മ്യൂണി ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിതകപരമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ത്രോട്ടൊക്കെ വീർത്ത് ഇൻഫ്ലമേഷൻ വരുന്ന പോലെ വരികയും അതുവഴി നമുക്ക് സോർത്തോട്ടൊക്കെ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങളാവുന്നു. ഇതിന് കാരണമാകുന്നത് സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസിന് കാരണമാകുന്നത്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ ഫാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ സ്പീഷീസ് ആണ് ഈ ഒരു റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഡിസീസിനെ നമ്മൾ ശരിക്കും വേറൊരു പേര് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ ഫാരിഞ്ചൈറ്റിസ് ഓർ സ്ട്രെപ് ത്രോട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ത്രോട്ട്, അങ്ങനെയാണ് നമുക്ക് ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ട്രെപ് ത്രോട്ട് എന്നും കൂടി ഇതിനെ വിളിക്കാറുണ്ട്. ഇത് ചൈൽഡ്ഹുഡിലാണ് കൂടുതലായിട്ടും ഒക്കർ ചെയ്യുന്നത്. പിന്നെ ഇത് ലൈഫ് ലോങ് ആയിട്ട് ഒരു ഡിസബിലിറ്റി ആയിട്ട് നമ്മുടെ ഇത് ബാധിച്ച ആളുകളിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസിന് എതിരെയുള്ള ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ടും റുമാറ്റിക് ഹാർട്ട് ഡിസീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്താണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്നുള്ളതും അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്നൊക്കെ ഉള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം വരുന്നത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്താണെന്നുള്ളതാണ്. ഏറ്റവും നമുക്കറിയാം റുമാറ്റിക് ഹാർട്ട് ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോർ ത്രോട്ട് വെച്ചിട്ടാണ്. അതായത് തൊണ്ടയിൽ ഒരു കരകരപ്പ് വെച്ചിട്ടാണ് ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് പൈനോജിയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ഫാരിഞ്ചിനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇതിന് കാരണമാകുന്നത്. ഇത് ഗ്രൂപ്പ് എ കാറ്റഗറിയിൽ വരുന്ന ഒരു ബാക്ടീരിയ ആണ്. ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈസിലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് നമ്മുടെ കഫിൽ നിന്നും ഒരാളുടെ കഫിൽ നിന്നും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സന്റെ കഫിൽ നിന്നും മറ്റൊരാളുടെ ഇതിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഒക്കെ കാരണമാകുന്ന ഒരു അസുഖമാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലമാണല്ലോ ഈ ഒരു റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്നത്. അപ്പൊ ഇത് സ്ട്രെപ്റ്റോകോക്കസിന്റെ ഇൻഫെക്ഷൻ ചൈൽഡ്ഹുഡിൽ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി ഈ റിപ്പീറ്റഡ് ആയിട്ട് സ്ട്രെപ്റ്റോകോക്കസിന്റെ ഇൻഫെക്ഷൻസ് നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയും അതുവഴി നമ്മുടെ വോൾ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകുന്നു. അങ്ങനെ അത് നമ്മുടെ ഹാർട്ട് വാൽവ്സിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ആയിട്ട് അത് മാറുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ ഇത് നമ്മുടെ ഹാർട്ട് വാൽവ്സിലൊക്കെ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജിന് നമ്മൾ റുമാറ്റിക് ഫീവർ എന്നാണ് പറയുന്നത്. അതായത് വാതപ്പനി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇത് നമുക്ക് നല്ല വാൽവുകളൊക്കെ ഇങ്ങനെ ചുരുങ്ങി വീർക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്, നമുക്ക് നല്ല വേദനയൊക്കെ അനുഭവപ്പെടും. അപ്പോൾ അത് ആദ്യത്തെ സ്റ്റേജ് നമ്മൾ റുമാറ്റിക് ഫീവർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി റുമാറ്റിക് ഹാർട്ട് ഡിസീസിലോട്ട് അത് കൺവേർട്ട് ആവുമ്പോൾ നമ്മുടെ ഹാർട്ട് വാൽവ്സിനൊക്കെ ഇൻഫ്ലമേഷൻ വരികയും അതുവഴി നമുക്ക് നമ്മുടെ എല്ലുകളൊക്കെ ഇങ്ങനെ നുരുങ്ങി പൊട്ടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇനി ആരാണ് റുമാറ്റിക് ഫീവർ അല്ലെങ്കിൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസിന് കൂടുതലും റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഇത് കൂടുതലായിട്ട് മോസ്റ്റ്ലി എഫക്ട് ചെയ്യുന്നത് കുട്ടികളെയാണ്. ഒരു ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് അഡോളസെന്റ് പീരീഡ് വരെയുള്ള കൗമാരപ്രായം വരെയുള്ള കുട്ടികളെയാണ് ഇത് കൂടുതലായിട്ടും എഫക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു കണക്ക് പ്രകാരം ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിൽ വരുന്ന കുട്ടികളെയും കൗമാരക്കാരെയാണ് ഈ ഒരു റുമാറ്റിക് ഫീവർ അല്ലെങ്കിൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് കൂടുതലായിട്ടും എഫക്ട് ചെയ്യുന്നത്. ഇത് പോവർട്ടി ഭയങ്കരമായിട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസസ് ഭയങ്കരമായിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് റുമാറ്റിക് ഫീവർ അല്ലെങ്കിൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി ചില ആളുകൾക്ക് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ എന്നാൽ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും ഈ ഒരു റുമാറ്റിക് ഫീവർ വരാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടെന്ന് പറയുന്നു.
ഇനി റൊമാറ്റിക് ഫീവർ അല്ലെങ്കിൽ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് എൻഡമിക് ആണ്. അതായത് എൻഡമിക് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഒരു കൺട്രിയിൽ നിന്ന് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസിനെയാണ് നമ്മൾ എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു എൻഡമിക് ഡിസീസ് ആണ്. ഇത് നമുക്ക് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് പ്രഗ്നന്റ് വുമണിലാണ്. കാരണം പ്രഗ്നന്റ് വുമണിൽ ഇത് ഉണ്ടെങ്കിലാണ്, പ്രഗ്നന്റ് വുമണിന് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിലാണ് അത് ചൈൽഡിലോട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുമൊക്കെ കാരണമാകുന്നത്. മെറ്റേണൽ ആൻഡ് പെരിനേറ്റൽ മോർബിഡിറ്റി, മോർട്ടാലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് ഈ ഒരു പ്രഗ്നന്റ് വുമണിന് ഇങ്ങനെ വരുമ്പോഴാണ് ചൈൽഡിന് അത് വരാനായിട്ട് സാധ്യത ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി പ്രഗ്നന്റ് വുമണിന് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള അഡ്വേഴ്സ് എഫക്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുക. നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഹാർട്ട് അറീത്തീമിയ വരാൻ സാധ്യതയുണ്ട്. അതായത് ഹാർട്ട് റിതംസിൽ ചേഞ്ചസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രഷർ കൂടുന്ന കണ്ടീഷൻസ്, ഹാർട്ട് വാൽവ്സിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് കൂടിയിട്ട് ബ്ലഡിന്റെ വോളിയം ഇൻക്രീസ് ആയിട്ട് ഹാർട്ട് വാൽവ്സ് പൊട്ടിപ്പോവാനുള്ള സാധ്യതയൊക്കെ ഈ പ്രഗ്നന്റ് വുമണിന് റൊമാറ്റിക് ഫീവർ വരുമ്പോൾ കാരണമാകുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇത് അങ്ങനെ വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വളരെ കോമൺ ആയിട്ട് തന്നെ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു അസുഖം തന്നെയാണ് റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുകയും വേണം. പിന്നെ ഇതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിനു മുമ്പായിട്ട് ഈ അസുഖം കംപ്ലീറ്റ് ആയിട്ടും തുടച്ചു മാറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് നല്ലോണം ഉന്നതിയിൽ നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത് എക്സിസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് എന്ന് പറയുമ്പോൾ ഒന്ന് സബ് സഹാറൻ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ ആൻഡ് സൗത്ത് ഏഷ്യ, സൗത്ത് പസഫിക് പ്ലേസസ്, അവിടെയൊക്കെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ തുടച്ചു നീക്കപ്പെട്ട രാജ്യങ്ങളിൽ, അതായത് ഹൈലി ഇൻകംഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഇമിഗ്രന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അതായത് അവിടെ വന്ന് കുടിയേറി താമസിക്കുന്നവർ, അവിടെയുള്ള ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇപ്പോഴും ഈ ഒരു റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർക്കാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി ഇതിന്റെ സിംറ്റംസ് നോക്കാം. റൊമാറ്റിക് ഫീവറിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പനി വരാം. പിന്നെ നമ്മുടെ കൈകാലുകൾക്കൊക്കെ ഭയങ്കര വേദന, പ്രത്യേകിച്ച് നമ്മുടെ ജോയിന്റുകളുടെ ഭാഗത്താണ് വേദന എടുക്കുന്നത്. പ്രത്യേകിച്ച് കാൽമുട്ട്, കൈമുട്ട്, അവിടെയൊക്കെ റിസ്റ്റിന്റെ ഭാഗത്തൊക്കെ വേദന ഉണ്ടാവും. പിന്നെ അത് പല സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവബിൾ ആയിട്ടുള്ള പെയിൻ ആണ് നമുക്ക് അനുഭവപ്പെടുക. പിന്നെ ഫറ്റിക് ക്ഷീണം ഉണ്ടാവാം. പിന്നെ നമുക്ക് ബോഡി മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാം. ഇങ്ങനെ എപ്പോഴും ചെർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാണ് നമ്മൾ കോറിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സ്കിന്നിന്റെ അവിടെയൊക്കെയുള്ള ജോയിന്റ്സിലൊക്കെ റാഷസ് വരുന്നതിനും അതുപോലെ തന്നെ ഒരു പിങ്ക് കളറിൽ ഒരു റിങ് ഫോം ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ഹാർട്ട് ഇങ്ങനെ മർമർ ചെയ്യുന്ന പോലെ, ഇങ്ങനെ ഹാർട്ട് വളരെ പതുക്കെ ഇടിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു റൊമാറ്റിക് ഫീവർ വാൽവ് ഡാമേജ് ആയിട്ട് കൺവേർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് റൊമാറ്റിക് ഫീവർ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവാം, ഡിസ്കംഫേർട്ട്സ് ഉണ്ടാവാം, ബ്രീത്തിങ്ങിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം, സ്റ്റൊമക്കൊക്കെ നീര് കെട്ടി പോലെ ഉണ്ടാവാം, അതുപോലെ തന്നെ കൈയും കാലിലൊക്കെ നീര് കെട്ടിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇറഗുലർ ആയിട്ടും അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്സിനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി എങ്ങനെയാണ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ട്രീറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കുന്നത്. റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് ക്യൂറബിൾ ആയിട്ടുള്ള മെത്തേഡൊന്നുമില്ല. നമ്മളതിന് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഹാർട്ട് വാൽവ്സ് ഒക്കെ പ്രോപ്പറായിട്ടും ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് നമുക്ക് ഹാർട്ട് വാൽവ്സ് റീപ്ലേസ് ചെയ്യുക. അങ്ങനെയുള്ള മെത്തേഡാണ് നമ്മൾ റൊമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതും സീവിയറിറ്റി, അതായത് ഒരു അസുഖത്തിന്റെ സീവിയറിറ്റി എന്തോരം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സർജിക്കൽ മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സീരിയസ് ആയിട്ടുള്ള ഡിസീസ് സർജറിയൊക്കെ നമുക്ക് റീപ്ലേസ്മെന്റിന്റെ ഒരു ഹാർട്ട് വാൽവ്സിന്റെ ഒക്കെ റീപ്ലേസ്മെന്റിലാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊരു ഡോണറൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഹാർട്ട് വാൽവ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യുക. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഹാർട്ട് വാൽവിന്റെ റീപ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അതിപ്പോ എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ലോ ഇൻകം സെറ്റിംഗ്സ് ഉള്ള ആളുകൾക്കൊന്നും ഇത് അഫോർഡബിൾ അല്ല. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ നാഷണൽ ഹെൽത്ത് പ്ലാൻസ് ഒക്കെ വെച്ചിട്ടും അതേപോലെ തന്നെ ചില ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാത്ത ഫാമിലിയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് സ്കോളർഷിപ്സ് പോലെയോ അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് പ്ലാനിങ് കമ്മിറ്റി ഒക്കെ കുറെ കാര്യങ്ങൾ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഒക്കെ കൊടുക്കാറുണ്ടെന്നും കൂടി പറഞ്ഞു വെക്കുന്നു. ഇനി റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഒരു പ്രിവെന്റബിൾ ആയിട്ടുള്ള ഇതാണ്. ക്യൂറബിൾ അല്ലെങ്കിലും പ്രിവെൻഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ഡിസീസാണ് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ,
നമുക്കറിയാം റുമാറ്റിക് ഫീവറിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് റുമാറ്റിക് ഫീവർ ഉണ്ടാവാതെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലമാണ് റുമാറ്റിക് ഫീവർ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് റുമാറ്റിക് ഹാർട്ട് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു പേഷ്യന്റിന് റുമാറ്റിക് ഫീവർ ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്ത് തുടങ്ങണം. അതിങ്ങനെ എപ്പിസോഡായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് മാറുന്നവരെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. കാരണം അതിന്റെ എഫക്റ്റ് ഹാർട്ട് വാൽവ്സിലോട്ട് എടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ആന്റിബയോട്ടിക്സ് എടുക്കേണ്ടി വരും, എന്നാലും അത് മാറുള്ളൂ. കാരണം സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ നമ്മൾ ലോങ് ടൈമിൽ ആന്റിബയോട്ടിക്സ് കഴിച്ച് അതിനെ പ്രിവെന്റ് ചെയ്താലേ കാര്യമുള്ളൂ. അല്ലാതെ ഷോർട്ട് ടൈമിലൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അളവിലുണ്ടെങ്കിൽ പോലും അത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ലാർജ് എമൗണ്ടിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ വേണം റുമാറ്റിക് ഹാർട്ട് ഡിസീസിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയക്കെതിരെയുള്ള ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കാനായിട്ട്. ഇനി നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ബെൻസെത്തിൻ പെൻസിലിൻ ജി എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. എല്ലാം 3-4 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടി വരിക. അത് ഒരുപാട് നാളുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടും വരും. ഇനി റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എൻഡമിക് ആയിട്ടുള്ള ചില കൺട്രികളിൽ ഇതിന്റെ പ്രിവെൻഷനും കൺട്രോളിനും എലിമിനേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക ാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിൽ വൃത്തിയുള്ള സാഹചര്യത്തിൽ ജീവിക്കുക, നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ക്വാളിറ്റി അഷ്യൂർഡ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് കൺസിസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാം. കാരണം ഇത് വർഷങ്ങളോളം കഴിക്കേണ്ട ഒരു മരുന്നാണ്. അപ്പോൾ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. അത് ലോ കോസ്റ്റിൽ അവൈലബിൾ ആവണം. കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിൽ കൂടി ലോ കോസ്റ്റിൽ അവൈലബിൾ ആയാലാണ് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആന്റിബയോട്ടിക്സ് സപ്ലൈ ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഇംപ്ലിമെന്റിംഗ് ഫീസിബിൾ പ്രോഗ്രാംസ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. അതായത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് അവോയ്ഡ് ചെയ്യാതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നു. പിന്നെ നമുക്ക് ഇതിന്റെ സർവൈലൻസിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നു. പിന്നെ നാഷണൽ ഹെൽത്ത് സിസ്റ്റം റെസ്പോൺസസ് ഹെൽത്ത് സിസ്റ്റംസിന്റെ റെസ്പോൺസ് അവൈലബിൾ ആക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ജനങ്ങളെ ബോധവൽക്കരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എൻഡമിക് ആയിട്ടുള്ള കൺട്രീസിൽ അതിന്റെ അളവ് മാക്സിമം കുറച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.